ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കാണിക്കുന്നത് നല്ലൊരു നാച്ചുറൽ ഹെയർ ഡേ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഹെയർ ഡേ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, എല്ലാ പ്രായത്തിലുള്ളവരെയും പൊതുവെ അലട്ടുന്നൊരു പ്രോബ്ലമാണ് നര. അപ്പോൾ നമ്മൾ മാർക്കറ്റിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഈ ഹെയർ ഡേകളൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചാലും കുറച്ചൊക്കെ പ്രോബ്ലംസ്, സൈഡ് എഫക്ട്സ് ഒക്കെ വന്നിട്ട് നമുക്കതിനകത്തോ ഇഷ്യൂസൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ എങ്ങനെ കിട്ടാമെന്ന് തന്നെയാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു നല്ല നാച്ചുറൽ ഹെയർ ഡേ ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ തിളപ്പിക്കാൻ വെച്ചേക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് 1 സ്പൂൺ ചായപ്പൊടി, 1 സ്പൂൺ ഉലുവ, അതുപോലെ കരിഞ്ജീരകം. ഈ കരിഞ്ജീരകമൊക്കെ മുടിക്ക് നല്ല കളർ കിട്ടാനും മുടിയുടെ ഗ്രോത്തിനും എല്ലാം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഉലുവയായാലും തൈലപ്പൊടി ആയാലും നമുക്കറിയാം എല്ലാം വളരെ നല്ലതാണ് ഹെയറിന്. ഇത് നല്ലൊരു ടോണറായിട്ട്, ഇത് നരയില്ലാത്തവർക്കാണെങ്കിലും മുടി വളരാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നല്ലപോലെ തിളപ്പിച്ച് അര ഗ്ലാസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്ക് ഉലുവയൊക്കെ നല്ലപോലെ വെന്തലിഞ്ഞ് നല്ലപോലെ വന്നിട്ടുണ്ട്, സത്തെല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റി എടുത്ത് വെക്കാം. ഇത് നമ്മളിപ്പം വെറുതെ തലയിലൊന്നും ഇങ്ങനെ തളിച്ചു കൊടുത്താലും ഇത് വളരെ നല്ലതാണ്. ഹെയറിൽ നല്ല രീതിയിലുള്ള എഫക്റ്റ് ഉണ്ടാകും, മുടി നല്ലതായിട്ട് വളരും. അതുപോലെ ഉലുവയൊക്കെ ഉള്ളതുകൊണ്ട് താരനും ഒക്കെ പോകും, നല്ല കറുപ്പും ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഈ വെള്ളം. പിന്നെ ഈ വെള്ളം എടുത്തതിന് ശേഷം മിച്ചമുള്ള ഉലുവയുടെയൊക്കെ മിശ്രിതം വേണമെങ്കിൽ നമുക്കൊന്ന് നല്ലപോലെ അരച്ച് തലയിൽ തേച്ചാൽ നല്ലൊരു ഹെയർ പാക്കാണ് അതും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1-2 സാധനം കൂടി ചേർക്കണം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഡൈ ചെയ്യുമ്പോൾ തലയ്ക്ക് ഈ ഡ്രൈനെസ് ഒക്കെ വരുമ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ആലോവേര ജെല്ലും, അതുപോലെ നമ്മൾ ഈ കറിവേപ്പില എടുത്തിരിക്കുന്നത്, കറിവേപ്പിലയും ഇതുമൊക്കെയാണ് ലിറ്റിൽ ചേർക്കുന്നുള്ളൂ. പക്ഷേ അത് നമ്മൾക്ക് ഈ ഡൈ ചെയ്ത് കഴിയുമ്പോൾ മുടി എപ്പോഴും ഇങ്ങനെ കുറച്ച് സ്റ്റിക്കി ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ടിരിക്കും. കാരണം നമ്മൾ ഷാമ്പൂ ഒന്നും തേക്കുന്നില്ല, വെറുതെ പച്ചവെള്ളത്തിൽ എടുക്കുമ്പോഴത്തേക്കും മുടിക്കൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ കറിവേപ്പിലയും അലോവേരയൊക്കെ ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പനിക്കൂർക്കയിൽ കുറച്ചൊരു ഡൈയുടെ ഒരു ഇഫക്റ്റ് കിട്ടുകയും ചെയ്യും. പിന്നെ തലനീരിറക്കം, ചിലർക്ക് ഇത് ഡൈ ഒക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള തലവേദന അല്ലെങ്കിൽ നീരിറക്കം, ജലദോഷമൊക്കെ വരും. അങ്ങനെയുള്ളത് മാറ്റാൻ വേണ്ടിയിട്ടാണ് പനിക്കൂർക്കയുടെ ഇലയും വെച്ചിട്ടുണ്ട്. പിന്നെ തലയുടെ ചൊറിച്ചിലിന് വേണ്ടിയിട്ടാണ് ആര്യവേപ്പില വെച്ചത്. അപ്പോൾ ഈ ഒരു 4 ഐറ്റവും കൂടി നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഈ അലോവേര ജെല്ല് ചേർത്തേക്കുമ്പോഴത്തേക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടും. ഡൈ ഇട്ടിറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും നമുക്ക് മുടി ഹാർഡായിട്ടിരിക്കത്തില്ല, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. മുടിയിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ തന്നെ ഭയങ്കര സോഫ്റ്റാണ്. നമ്മൾ ഷാമ്പൂ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും മുടി ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല സിൽക്കി സ്മൂത്തായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതും കൂടി അരച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനിയിപ്പം മാർക്കറ്റിൽ നിന്നുള്ള അലോവേരയാണെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അരയ്ക്കുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ വെള്ളം ചേർത്തില്ല, അലോവേരയുടെ ഒക്കെ അതുകൊണ്ട് അങ്ങനെ അരഞ്ഞു പോയി. പക്ഷെ ഇന്ന് ശരിക്കും അരയ്ക്കാൻ വേണ്ടി നമ്മൾ നേരെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷന് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ നമുക്ക് ഈ ഹെയർ ഡേക്ക് മെയിനായിട്ട് വേണ്ടത് നെല്ലിക്കയാണ്. അപ്പോൾ ഞാനിവിടെ നെല്ലിക്കയുടെ പൊടിയാണ്, ഓർഗാനിക് നെല്ലിക്ക പൊടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ഇരുമ്പ് ചീനിച്ചട്ടി, നമുക്ക് ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്ത് തന്നെ ഉണ്ടാക്കണം, എന്നാലാണ് ഇത് ഡൈ ഒക്കെ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ അത് കൂടുതൽ ഇഫക്റ്റീവ് ആകുന്നത്. അപ്പോൾ ഒരു ഇരുമ്പ് ചീനിച്ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ഈ നെല്ലിക്കയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ചെറിയ ചൂടിൽ ഇതുപോലെ വറുത്തെടുക്കണം, അതൊക്കെ ഡ്രൈ ആക്കി കറപ്പിച്ചെടുക്കണം. നമ്മൾ നെല്ലിക്ക കറപ്പിക്കുക എന്ന് പറയത്തില്ലേ, ആ രീതിയിൽ നമ്മുടെ നെല്ലിക്ക പൊടിയിൽ നമ്മളിങ്ങനെ കറപ്പിച്ചെടുക്കുകയാണ്. കാരണം ഡൈക്ക് വേണ്ടിയിട്ട് നമുക്കിത് നല്ലതായിട്ട് ഒന്ന് ഇങ്ങനെ ബ്ലാക്ക് കളറാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് നേരം ചെറുതീയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ആയിക്കോളും. ഇനി ഇന്നത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ കോഫി പൗഡറാണ്. ഇപ്പോൾ ഞാനൊരു നെസ്കഫയാണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും ഉപയോഗിക്കാം. അതും 2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഹെയറിൻ്റെ കളർ കിട്ടാനായിട്ട്, ബ്ലാക്ക് കളർ കിട്ടാനായിട്ട് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇതുപോലെ മിക്സ് ചെയ്ത് നല്ലൊരു കറുത്ത കളറിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് മൊത്തം എനിക്കിപ്പോൾ ആവശ്യമില്ല, ഞാനിത് കുറച്ചില്ല ഇത് മാറ്റി വെക്കുവാണ്. അത് നമുക്കൊരു കുപ്പിയിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് അത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പിന്നീട് നെക്സ്റ്റ് ടൈം ഡൈ ഉണ്ടാകും, വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് ഡൈ ചെയ്താൽ മതി. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യം ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഞാൻ 2 സ്പൂൺ മാത്രമേ ഇപ്പോൾ നമ്മുടെ തൽക്കാലം ഇന്നത്തെ ആവശ്യത്തിന് എടുക്കുന്നുള്ളൂ. ആ പൊടിയിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അലോവേരയും പനിക്കൂർക്കയും കറിവേപ്പിലയും ആര്യവേപ്പിലയും കൂടിയുള്ള മിക്സ് നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ കളറ് മാറി, കണ്ടോ, ഫുൾ ബ്ലാക്ക് കളറായിട്ട് വരുവാണ്. അപ്പം ഈ രീതിയിലാണ് നമ്മുടെ ഡൈ ഫോം ചെയ്യുന്നത്. വളരെ ഇഫക്റ്റീവായിട്ടൊരു ഡൈ ആണ്.
ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പം ഹെന്നയൊക്കെ ഉപയോഗിച്ച തലയിലാണെങ്കിൽ അതിനകത്തൊരു ഓറഞ്ച് കളർ ഉള്ളപ്പം ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഇതിനെ ഡൈ കയറി പിടിക്കുന്നില്ല. അതേസമയം പ്ലെയിൻ ആയിട്ട് അതെല്ലാം നല്ലപോലെ കഴുകി കളഞ്ഞിട്ടുള്ള തലയിലാണ് പെട്ടെന്ന് പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ആ മിക്സ് ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചായയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ച് നമ്മുടെ പാകത്തിന് ഇതിനൊന്ന് കലക്കി വെക്കണം. ഇനി നമുക്കിതിനൊന്ന് നല്ലപോലെ എഫക്റ്റായി വരാനായിട്ട് നമുക്കൊന്ന് ഓവർനൈറ്റ് എടുത്ത് വെക്കാം. ഒരു 24 hours വെക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഇപ്പം ഞാനിപ്പോൾ ഒരു 12 hours വെക്കുന്നുള്ളൂ. നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് നല്ലപോലെ മിക്സായി വരാം. എല്ലാം കൂടി കഴിയുമ്പോൾ വേണം നമുക്ക് ഡൈ തയ്യാറാകുന്നത്. കാണുന്ന കളർ കണ്ടോ, ഇപ്പോൾ തന്നെ ആ ഒരു ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നെല്ലിക്കയുടെ ഗുണങ്ങൾ നമ്മൾ ആരോടും പറയേണ്ട ആവശ്യമില്ല. കാരണം നെല്ലിക്ക നമുക്ക് ഹെയറിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ഇത് ഡൈ ആയി മാത്രമല്ല ഹെയർ ഗ്രോത്തിനായാലും മുടി കൊഴിച്ചിലിനായാലും ഒക്കെ നല്ലതാണ്. അതുപോലെ കാപ്പിപ്പൊടിയും ഹെയറിന് നല്ലതായിട്ട് ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ നമ്മൾ കലക്കി വെച്ചിട്ട് 12 hours ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, അതിൻ്റെ ആ വെള്ളമൊക്കെ പറ്റി കുറച്ചും കൂടി എല്ലാം നല്ലതായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി കളറ് കൂടിയിട്ടുണ്ട്. ഈ രീതിയിൽ കണ്ട് നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ല ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് തലയിലോട്ട് ഡൈ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഞാനൊരു ഗ്ലാസ് ബൗളിലേക്ക് അതൊന്ന് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ കളറൊക്കെ കണ്ടോ എങ്ങനെ എത്ര ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്ര നല്ലതായിട്ടുള്ള ഡൈ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് തലയിലേക്ക് കുറേശ്ശെ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ കോട്ടണിൽ ഒന്ന് മുക്കിയിട്ടാണ് അത് നരയുള്ള ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സൈഡിലൊക്കെയാണ് കുറേശ്ശെ നരയുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യണം. ഈ സമയത്ത് ഇച്ചിരി പൊടി ആയതുകൊണ്ടൊന്ന് താഴോട്ടൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. ഞാനൊരു കവറൊക്കെ എടുത്തൊരു ഒന്ന് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ഇട്ടിട്ട് കഴുകുന്നതെന്ന് കാണിക്കാം. നമ്മൾ സാധാരണ വെള്ളത്തിൽ വേണം ഇത് കഴുകാനായിട്ട്. ഇനി അങ്ങനെയല്ല, ചിലർക്ക് ഷാമ്പൂ ഇച്ചിരി ഇല്ലാതെ പറ്റില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ രീതിയിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സൊല്യൂഷനിലോട്ട് ഒരു തുള്ളി എങ്ങാനും ഷാമ്പൂ ഒഴിച്ചിട്ട് നല്ലപോലെ വസത്തി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലാതെ ഡയറക്റ്റ്ലി ഷാമ്പൂ ഒന്നും എടുത്ത് ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ ഒരു പ്രയോജനം ഇല്ലാതെ വരത്തേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ ഷാമ്പൂ വേണമെങ്കിൽ തലയിൽ വെക്കാം, വളരെ നിർബന്ധമുള്ളവർക്ക്. ഇപ്പോൾ ഞാൻ ഹെയറൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നോക്കിക്കേ, നരയൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ട്. പിന്നെ 1-2 മുടിയൊക്കെ അവിടെ ഇവിടെയും കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വാഷിനല്ല ഇങ്ങനെ തന്നെ വന്നിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആഴ്ചയിൽ മിനിമം 2 പ്രാവശ്യം ഇത് ഉപയോഗിക്കണം. അതുപോലെ തന്നെ മാസത്തിൽ ഒരു 4-5 പ്രാവശ്യം ചെയ്യുവാണെങ്കിലാണ് നല്ല എഫക്റ്റീവായിട്ട് വരുന്നത്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കുന്ന മിക്സ് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കാം. നമുക്ക് എപ്പോഴെങ്കിലും കുളിക്കാനൊന്നും സമയം കിട്ടുന്നില്ല, എമർജൻസി ആയിട്ട് എവിടെയെങ്കിലും പുറത്ത് പോകേണ്ടി വരുവാണെങ്കിൽ ഇതുപോലെ കുറച്ച് പൊടി എടുത്തിട്ട് നമ്മളിത് കണ്ടോ ഈ ഒരു അലോവേര ജെല്ലെടുത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമ്മുടെ നരയുടെ അടുത്തുനിന്ന് തൂത്ത് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് വല്ലയിടത്തേക്കും സഡനായിട്ട് പോകേണ്ടി വരുന്ന സിറ്റുവേഷനിലൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ കൺമഷി പോലെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് തലയിൽ കൊടുത്തു കഴിഞ്ഞാലും വളരെ നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഒരു നാച്ചുറൽ ഹെയർ ഡൈ ഇത് ഇപ്രാവശ്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇതൊരു കെമിക്കൽ ഡൈയുടെ പോലെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. കാരണം ഇത് നമുക്ക് ഒത്തിരി ഗുണങ്ങളുള്ളത് കൊണ്ട് ആ ഒരു പേഷ്യൻസോട് കൂടെ തന്നെ വേണം ഈ ഡൈയെ നമ്മൾ ഉപയോഗിക്കാനും. നമ്മളൊരു ഡൈ ഉപയോഗിച്ച് തുടങ്ങിയാൽ ആ ഡൈ ഒരു മാസമെങ്കിലും ഒരു 4-5 പ്രാവശ്യം മിനിമം അത് അപ്ലൈ ചെയ്ത് അതിൻ്റെ ട്രയൽ എടുക്കണം. എന്നിട്ട് അത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുള്ളൂ ഇത് വർക്കാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. വളരെ ഇഫക്റ്റീവായിട്ടൊരു ഡൈ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.